ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രമ്യ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫാമിലിയെ പരിചയപ്പെടുത്താം. എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഭർത്താവ്, 2 മക്കൾ, അമ്മ, ചേച്ചിയുടെ മോള്. അതാണ് എൻ്റെ ഒരു ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി, എൻ്റെ വീട്, എൻ്റെ ചുറ്റുപാട് അങ്ങനെ മാത്രം ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയെ തന്നെയാണ്. പക്ഷേ ഇന്ന് അതിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. കാരണം എനിക്കൊരു ബിസിനസ് അവസരത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചു. ആ ഒരു ബിസിനസ് അവസരത്തിൽ വന്നു ചേർന്ന് തന്നെയാണ് എന്നിലൊരു മാറ്റം വരുത്താനായിട്ട് എനിക്ക് സാധിച്ചത്. കാരണം ഞാനൊന്നുമല്ല, എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ചിന്തിച്ചിരുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് അവിടെ നിന്നും ഉള്ള ആ ഒരു ബിസിനസ്സിൽ ചെന്നതിൽ ശേഷമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയ്ക്കും സപ്പോർട്ടാണ് നമുക്ക് ആ ഒരു ബിസിനസ്സിൽ കിട്ടുന്നത്. കാരണം അവിടെ നിന്ന് കിട്ടിയ ഒരുപാട് സുഹൃത്തുക്കൾ, ആ ഒരു സുഹൃത്തുക്കളുടെ വാക്കുകളും അവരുടെ ഓരോ ഇതുകളും മാത്രമാണ് നമുക്ക് അതിൽ നിന്നും നമ്മളിൽ ഒരു മാറ്റം വരുത്താനായിട്ട് സാധിച്ചത്. ആ ഒരു മാറ്റം എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടായി എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു മാറ്റം തന്നെയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലേക്ക് എന്നെ എത്തിച്ചതെന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്നും എനിക്കൊരു മെൻറ്ററെ കിട്ടി. ആ ഒരു മെൻറ്ററുടെ ചോദ്യമാണ് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് വരാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഞാൻ ആരാണ്, എന്താണ് എന്നുള്ളൊരു ചോദ്യമല്ലേ, അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. നമ്മൾ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ളത്. അത് നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമുക്കതിനുള്ളൊരു ഉത്തരം കിട്ടൂലേ. അത് കിട്ടുമോ? അത് കിട്ടണം. കാരണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്. നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും നമ്മൾ ഒന്നുമല്ല എന്ന്. പക്ഷെ നമ്മൾ എന്തൊക്കെയാണ്, അതാണ് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ പോരാ, നമുക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, നമ്മൾ എന്തൊക്കെയോ ചെയ്യും. അതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളൊരു കാര്യം. നമ്മൾ ഈ ഒരു ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവം നമുക്ക് ഓരോ കഴിവുകളും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നത് പോലെ തന്നെ നമ്മളെ വിശ്വസിക്കണം. നമ്മൾ ദൈവത്തിനെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ ദൈവമുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാകണം. ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാകുക തന്നെ വേണം. കാരണം നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആരാണ്, നമ്മൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക. കാരണം നമ്മളുടെ ഉള്ളിലേക്ക് തന്നെ ചോദിക്കുകയാണ്, നമ്മൾ ആരാണ് അല്ലേ, നമ്മൾ എന്താണ്. അപ്പോൾ ഓരോ ആളുകളും അത് ചോദിക്കും, നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്നുള്ള അത് നമ്മൾ ചോദിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുക. കാരണം നമ്മളത് കണ്ടെത്തിയിരിക്കണം. ആ ഒരു കണ്ടെത്തലാണ് നമ്മളുടെ ഒരു വിജയം എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ ഉള്ളിൽ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കും. ആ ഒരു ആഗ്രഹങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും നമ്മൾ എത്തുമ്പോഴാണ് നമ്മളുടെ ഒരു വിജയത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അതിന് സാധിക്കട്ടെ. നമ്മൾ ആരാണ്, എന്താണെന്നുള്ള ചോദ്യവും ഉത്തരവും നമ്മൾ കണ്ടെത്താനായിട്ട് സാധിച്ചാൽ നമ്മളുടെ വിജയത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു, ബൈ.